കുഞ്ഞുകൃഷ്ണൻ മധുരവും രസകരവുമായ പഴങ്ങളും വെണ്ണ പഞ്ചസാര മിഠായിയും ഒക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. സുഖിയ എന്ന പഴക്കാരി ദിവസവും പഴങ്ങൾ വിറ്റുകൊണ്ട് ഗോകുലത്തിലെ തെരുവുകളിൽ പോകാറുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ പഴങ്ങളടങ്ങിയ തന്റെ ചട്ടിയുമായി കൃഷ്ണന്റെ വീട്ടുവാതിൽക്കൽ എത്തി. അവൾ ക്ഷീണിച്ച് ഇരുന്നു പറഞ്ഞു, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ ഒരു പഴവും വിറ്റുപോയിട്ടില്ല. വീട്ടിൽ ഒരു പിടി ധാന്യവും ഇല്ല. ദൈവമേ, സഹായിക്കണമേ. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ അത് കേട്ടു അവളുടെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു, അമ്മേ, എനിക്കും ഈ മധുരമുള്ള പഴങ്ങൾ കൊടുക്കൂ. എനിക്ക് വളരെ വിശക്കുന്നു. ഞാൻ പഴങ്ങൾ കൊടുക്കാം, പക്ഷേ നീ അതിന് വില കൊടുക്കണം. പഴങ്ങൾക്ക് പകരം എന്തെങ്കിലും തരേണ്ടതുണ്ട് എന്ന് സുഖിയ പറഞ്ഞു. അതെ അതെ, ഞാൻ ഉടൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ വീട്ടിനുള്ളിലേക്ക് ഓടി. ഒരു പാത്രത്തിൽ ഗോതമ്പ് ധാന്യം വെച്ചിരുന്നു. കൃഷ്ണൻ തന്റെ രണ്ടു കൈകളും നിറച്ച് ഗോതമ്പ് ധാന്യം എടുത്തു പഴക്കാരിക്ക് കൊടുക്കാൻ പുറപ്പെട്ടു. വഴിയിൽ അവന്റെ ചെറുകൈയിൽ നിന്നു ധാന്യങ്ങൾ വീണു ചിതറിപ്പോയി. സുഖിയയുടെ അടുത്തെത്തുമ്പോഴേക്കും അവന്റെ കയ്യിൽ 4 ധാന്യങ്ങൾ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. ഇവിടെ അമ്മേ, ഞാൻ വില കൊണ്ടുവന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞു. അയ്യോ, ഇതെന്താണ്? വെറും 4 ധാന്യങ്ങൾ എന്ന് സുഖിയ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു പിടി ധാന്യം കൊണ്ടുവന്നതാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞു. നോക്കൂ, പിന്നിൽ എല്ലാം വീണുപോയിരിക്കുന്നു. പ്രശ്നമില്ല, ഇവിടെയുള്ള എല്ലാ പഴങ്ങളും നീ എടുത്തോളൂ എന്ന് പഴക്കാരി പറഞ്ഞു. കൃഷ്ണന്റെ വിശപ്പു തീർക്കുന്നത് തന്നെ പ്രധാനമാണെന്ന് സുഖിയ കരുതി. ഒന്നും കിട്ടാതെ പോയാലും അവൾ തന്റെ എല്ലാ പഴങ്ങളും കൃഷ്ണൻ നൽകി. വീട്ടിലെത്തിയപ്പോൾ അവൾ കണ്ടത് തന്റെ മുഴുവൻ ചട്ടി വജ്രങ്ങളും മുത്തുകളും നിറഞ്ഞിരിക്കുന്നു. പഴക്കാരി മനസ്സിൽ കൃഷ്ണനെ നന്ദി പറഞ്ഞു. പഴക്കാരി എങ്ങനെ സ്വാർത്ഥതയില്ലാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ തന്റെ എല്ലാ പഴങ്ങളും കൃഷ്ണൻ നൽകി. അതുപോലെ തന്നെ നാം ചെയ്യുന്ന പ്രവൃത്തികളും പ്രതിഫലം പ്രതീക്ഷിക്കാതെ സത്യസന്ധതയോടെ ചെയ്യണം.